ചില അത്ഭുതപ്പെടുത്തലുകൾ ഭഗവാൻ നമുക്ക് വേണ്ടി കാണിച്ചു തരും അല്ലേ? ചില മറവികളെ നമുക്ക് അത്ഭുതപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഭഗവാനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അറിയാതെ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കില്ലേ, ഭഗവാനെ എന്താ പറ്റിയത്, എന്താ പറ്റിയത്? അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത്തരം അനുഭവങ്ങളൊക്കെ നമുക്ക് വരിക കേട്ടോ. അപ്പോൾ വേഗം കേൾക്കാം. നല്ല ഗംഭീരമായിട്ടുണ്ട്. എങ്കിലും എൻ്റെ കൃഷ്ണ എന്നുള്ള ഡയറിയിലാണ് എഴുതി അയച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. നമസ്തേ ശ്രീകാന്ത് സാർ. ഞാൻ പങ്കുവച്ച 2 അനുഭവങ്ങളും ത്രിമധുരത്തിലൂടെ സാർ വായിച്ചു. ഒത്തിരി സന്തോഷവും നന്ദിയുമുണ്ട്. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ മാസം എനിക്കുണ്ടായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവമാണ്. സാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാണാതായിട്ടോ. എന്നും കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സിലാണ് അത് എപ്പോഴും സൂക്ഷിക്കുക. അതിനോടൊപ്പം തന്നെ ATM കാർഡും പാൻ കാർഡും ആധാർ കാർഡും എല്ലാം അതേ പേഴ്സിലാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ ലൈസൻസ് മാത്രം കാണാനില്ല. ബാഗിൽ വല്ലതും വീണ് കിടപ്പുണ്ടാവും എന്ന് കരുതിയിട്ട് പക്ഷേ ബാഗുകളെല്ലാം തപ്പിട്ടോ. വീട്ടിലെ മേശ, ഷെൽഫ് എന്നിങ്ങനെ ഒരിടം പോലും നോക്കാൻ ബാക്കിയില്ല. ആദ്യം ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, നഷ്ടപ്പെടില്ല എന്ന്, എവിടെയെങ്കിലും കാണുമെന്ന്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്താ കഥ? അങ്ങനെ ടെൻഷനായിട്ടോ. എന്നും കാർ എടുക്കുമ്പോൾ ഓർക്കൂ, എങ്ങനെ പോലീസ് ചെക്കിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ദിവസം വണ്ടി ഓടിച്ചു വന്നപ്പോൾ അതാ പോലീസ്. എല്ലാ വണ്ടിയും നോക്കുന്നു. പിന്നെ തിരിച്ചു പോകാനും പറ്റില്ല. ഞാൻ മനസ്സൊരുക്കി കണ്ണനെ വിളിച്ചോട്ടോ. എൻ്റെ ലൈസൻസ് എവിടെ പോയി ഭഗവാനെ? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വണ്ടി പോയിക്കോ എന്ന് പറഞ്ഞ് പോലീസ് കൈ കാണിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഭഗവാനെ അങ്ങനെ കഷ്ടി രക്ഷപ്പെട്ടു, തിരിച്ചു വരേണ്ടതും അതേ വഴിയല്ലേ? ചെക്കിങ് ഉണ്ടായാൽ എന്ത് ചെയ്യും? ഇതോർത്ത് ഞാൻ സങ്കടപ്പെട്ടു പോയിട്ടോ. എന്നിട്ട് ഒരു ഷോപ്പിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങി. ഗൂഗിൾ പേ ചെയ്യാൻ ബാഗിൽ നിന്ന് ഫോൺ എടുക്കാൻ തുറന്നപ്പോൾ അതായിരിക്കുന്നു എൻ്റെ കാണാതായ ഡ്രൈവിംഗ് ലൈസൻസ്. അതിൻ്റെ മീതെ ആരോ കൊണ്ടുവച്ച പോലെ. ഞാൻ തിരിച്ചു മറിച്ചു നോക്കിയിട്ടോ, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം 2 അറയും ഒരു കുഞ്ഞറയുള്ള ആ ബാഗ് ഞാൻ പലതവണ കുടഞ്ഞു നോക്കിയതാണ്. ഇത് ഭഗവാന്റെ ലീലയല്ലാതെ മറ്റെന്താണ്? ഇതുപോലെ മുൻപ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കൽ അത് പങ്കുവെക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ വളരെ ഫിലോസോഫിക്കലായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭഗവാനെ മറക്കരുത് എന്നുള്ളതാണ് എപ്പോഴും ഭഗവാൻ നമ്മളോട് പറയുക കേട്ടോ. ഭഗവാന് വേണ്ട സമയത്തൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സഹോദരിക്ക് മറന്നിട്ടൊന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ കൂടുതൽ ഭഗവാനെ ഒന്ന് ഉച്ചത്തിൽ വിളിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടായി കൊടുത്തു. കുറച്ച് ടെൻഷൻ അടുപ്പിച്ചിട്ടൊക്കെയല്ലേ നമ്മളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുള്ളൂ. നേരിട്ടൊരു സുപ്രഭാതത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാവുമല്ല. നമ്മളങ്ങനെ പ്രാർത്ഥിച്ച് നാമൊക്കെ ജപിച്ച് ഭഗവാന്റെ രൂപത്തിലേക്ക് നമ്മളങ്ങോട്ട് ലയിക്കണം. അന്നപ്പം ഭഗവാൻ ഇത്തരം ചില കുറുമ്പുകളിലൂടെ നമ്മളിലേക്ക് നമ്മൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും സ്നേഹവും ഒക്കെ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അനുഭവത്തിലുള്ള പ്രത്യേകത. അത് തന്നെയായിരുന്നു. എന്തൊരു സുഖമാണല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ. പറയാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ സുഖമുള്ള കാര്യമാണ്. എത്ര ആളുകൾ കേൾക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഉച്ചയാവുമ്പം ഗ്രൂപ്പിലൊക്കെ ചോദിക്കും, എന്തേ വീഡിയോ വന്നില്ലല്ലോ. ഇന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര തലചുറ്റലാണ്. ഇന്നലെ രാത്രി ഒരു രക്ഷയില്ല. ഇന്ന് രാത്രി രാവിലെ എണീറ്റപ്പം ഫോണൊന്നും നോക്കാനേ പറ്റുന്നില്ല. ശരിക്കും ഇങ്ങനെ കറങ്ങുന്നത് മാതിരി. ഇപ്പോൾ ഒന്ന് കുറച്ച് സെറ്റായ സമയത്താണ് ഞാൻ ഈ ഓഡിയോ ഒക്കെ പിടിക്കുന്നത്. എന്തായാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളത് ഈ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം കാര്യം മിസ്സായിട്ടുള്ളൂ വീഡിയോ പറയുന്നത്. അത്രയും അനുഭവങ്ങൾ പെൻഡിങ്ങിലുണ്ട്. ഇന്നിപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ നാളെയും വന്നുകൊണ്ടിരിക്കുകയാണ് അനുഭവങ്ങൾ. എത്രയാ ഇൻബോക്സിൽ കിടക്കുന്നത്. പലർക്കും ഞാൻ മറുപടി അയക്കാത്തത് മനഃപൂർവ്വമല്ല. ഞാൻ ഒരു ദിവസം അങ്ങ് അയക്കും എല്ലാവർക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എല്ലാവർക്കും ഈ അനുഭവം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. പിന്നെ ഗ്രൂപ്പിൽ വരുന്നവർക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഒക്കെ അറിയാമല്ലോ. ജോയിൻ ബട്ടണിലൂടെ വരിക. പിന്നെ ഈ മാസം നമ്മൾ ഏറ്റവും കൂടുതൽ സമ്മാനം കൊടുത്ത മാസമാണ്. കഴിഞ്ഞ മാസങ്ങളെ മാതിരി ഒന്നും അല്ലായിരുന്നു. എന്താ കഥ? ഹരേ കൃഷ്ണ.